ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സിദ്ദിഖ് താമസിക്കുന്ന ഹോട്ടലിനടുത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും അന്വേഷണ സംഘം സ്വീകരിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, രാവിലെ മുതൽ സിദ്ദിഖിന്റെ പടമുകളിലെ വീടിന്റെ പരിസരത്തുണ്ട്. ഇന്നലെ വൈകിട്ട് ആ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ മുതൽ ഈ വിധി വന്നതിന് ശേഷം അവിടെ സിദ്ദിഖ് ഇല്ല, അല്ലെങ്കിൽ അവിടുന്ന് സിദ്ദിഖുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പ്രതി ഒളിവിൽ എന്ന നിലയിലേക്ക് പോലീസും ഒരു നിഗമനത്തിലെത്തുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കുടുംബാംഗങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പോലീസ് അവിടെ എത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടോ? വിജയകുമാർ, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ് സിദ്ദിഖിന്റെ പടമുകളിലെ വീട്. കാരണം ഇന്നലെ വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിധി വന്നതിന്, ജാമ്യ ഹർജി തള്ളിയതിനു ശേഷമാണ് കൊച്ചിയിൽ നിന്ന്, അല്ലെങ്കിൽ പടമുകളിലെ വീട്ടിൽ നിന്ന് സിദ്ദിഖ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകന്റെ വീടാണിത്. മകനടക്കമുള്ള ബന്ധുക്കൾ വീടിനുള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ എത്തുമ്പോൾ കുടുംബാംഗങ്ങൾ വീടിനകത്തുണ്ടായിരുന്നു. അവരിതുവരെ പുറത്തേക്ക് വരാനോ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിലവിൽ ലോക്കൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെ പല ഹോട്ടലുകളിലും സിദ്ദിഖിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ സിദ്ദിഖ് ഹോട്ടലുകളിൽ എത്തിയിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം, അതായത് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ പ്രധാനപ്പെട്ട SIT പരിശോധന നടത്തുന്നത്. ഇന്ന് ഈ ജാമ്യ ഹർജി വന്നതിന് പിന്നാലെ സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിൽ ഒരു ഹോട്ടലിലുണ്ട് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ നെടുമ്പാശ്ശേരിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയത്. പക്ഷേ ആ വിവരത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിന് ബന്ധമുള്ള, അല്ലെങ്കിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആളുകൾ സിദ്ദിഖ് ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന, അല്ലെങ്കിൽ എത്തുന്ന ഹോട്ടലുകളിലെല്ലാം, കൊച്ചിയിലെ പല ഹോട്ടലുകളിലും പ്രാദേശിക പോലീസിന്റെ പരിശോധന നടന്നത്. ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം, പ്രത്യേകിച്ച് മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ കൂടി എത്തിയ ശേഷം വിപുലമായൊരു അന്വേഷണം കൊച്ചിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ രാജ്യം വിട്ടുപോകാൻ ഉള്ള സാധ്യതകൾ പോലീസ് അപ്പാടെ തള്ളുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എയർപോർട്ട് വഴി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് അറിയാനുള്ള മാർഗങ്ങളും പോലീസ് ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നില്ലേ പോലീസ്? ഇപ്പോൾ ഈ പ്രതി സിദ്ദിഖ് എവിടേക്ക് പോയിട്ടുണ്ട് എന്നറിയാവുന്ന ആളുകൾ എന്ന നിലയിൽ അവർ വസ്തുതകൾ പറയണമെന്നില്ല, പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവരെ കാണുക, അവരുടെ മൊഴിയെടുക്കുക, ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുക, അത്തരം പ്രാഥമിക ജോലികൾ ബാക്കിയുണ്ടല്ലോ. അത് പോലീസ് അതിന് തയ്യാറായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, അങ്ങനെ ഒരു പക്ഷേ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ ജാമ്യ ഹർജി തള്ളിയതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ സിദ്ദിഖിന്റെ മകനൊക്കെ താമസിക്കുന്ന പടമുകളിലെ വീട്ടിലെത്തിയതാണ്. ഇതുവരെ പോലീസുമായി ബന്ധപ്പെട്ട ആരും ഈ വീട്ടിനുള്ളിലേക്ക് കയറുകയോ അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനോ തയ്യാറായിട്ടില്ല, എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ സംഭവത്തിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. കോടതിയും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത SIT ആണെന്നുള്ള വിമർശനം പൊതുവെ ഉയരുന്നുമുണ്ട്. അതിനിടെയാണ് ഇത്രത്തോളം സിദ്ദിഖ് ഒളിവിൽ പോയിട്ടും ഈ ഏറ്റവും അടുത്ത ബന്ധുക്കളെ എന്തുകൊണ്ട് പോലീസ് നേരിൽ കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നത്. പല ആളുകളുമായി, സിദ്ദിഖുമായി ബന്ധപ്പെട്ട പല ആളുകളെയും ഫോണിൽ വിളിച്ച് അന്വേഷണ സംഘത്തിലെ ചില ആളുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ സിദ്ദിഖ് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പടമുകളിലെ വീട്ടിലെത്തി എന്തുകൊണ്ട് അന്വേഷണ സംഘമോ പ്രാദേശിക പോലീസോ പരിശോധന നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം ആലുവയിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീടുണ്ട്. അവിടെയും പ്രത്യേക അന്വേഷണ സംഘം അയച്ച പ്രാദേശിക പോലീസ് മാത്രമാണ് എത്തിയത്. അവിടെ പുറത്തു നിന്ന് നിരീക്ഷിച്ച ശേഷം പോയതല്ലാതെ ആ വീട്ടിലുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയോ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ജാമ്യ ഹർജി തള്ളി സിദ്ദിഖ് ഒളിവിൽ പോയതിനു ശേഷവും സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്ന് മറ്റുള്ളവരെ നേരിൽ കണ്ട് ചോദിക്കാനുള്ള ഒരു നടപടികളും പ്രാദേശിക സിദ്ദിഖിന് ഒളിവിൽ പോകാൻ പരോക്ഷമായി സഹായം ചെയ്ത് SIT തന്നെയാണ് എന്നുള്ള വ്യാപക വിമർശനം ഉയരുന്നു. അത് പറയുന്ന ഈ പരാതിക്കാരുടെ അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ കൂടിയാണ്. ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുന്ന കാര്യം SITക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിന് പിന്നാലെ, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം ഒരുപക്ഷെ അത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ
സിദ്ദിഖിനെ നിരീക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമൊന്നും ഉണ്ടായില്ല. അതോ ഇതിനപ്പുറം ഇതിനോടകം തന്നെ പോലീസിന് സിദ്ദിഖ് എവിടെയുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണോ, അത് മാധ്യമങ്ങളോട് പറയാനുള്ള സമയമായിട്ടില്ല എന്നതാണോ എന്നും അറിയില്ല. എന്തായാലും സിദ്ദിഖിനെ വ്യാപക തെരച്ചിൽ നടക്കുന്നുണ്ട്. സിദ്ദിഖിനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഹൈക്കോടതിയുടെ ആ വിധി വായിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യലല്ലാതെ മറ്റൊരു മാർഗവും SITക്ക് മുന്നിലില്ല എന്ന് വളരെ വളരെ ഭംഗിയായി വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ഹൈക്കോടതി വിധിയാണത്. അത് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റിയിൽ 5 വർഷത്തോളം സർക്കാർ പുലർത്തിയ, ഇതിൽ പറയുന്നത് മിസ്റ്റീരിയസ്ലി ദി ഗവൺമെന്റ് മെയിൻറ്റെയിൻഡ് എ സ്വിങ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ ഒരു മൗനം, ഒരു നിശബ്ദത 5 വർഷ കാലത്തോളം സർക്കാർ അതിൽ വെച്ച് പുലർത്തി. അതിനുശേഷം അത് പുറം ലോകം കാണാൻ, വെളിച്ചം കാണാൻ ഈ കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്ന് കോടതി പറയുകയാണ്. അതിന് പിന്നാലെ എ വിമൻ ഡിസേർവ്സ് റെസ്പെക്ട് ഹൗ എവർ ഹൈ ഓർ ലോ ഷീ മേ ബി അതർവൈസ് കൺസിഡേർഡ് ഇൻ സൊസൈറ്റി ഓർ ടു വാട്ട് എവർ ഫെയ്ത്ത് ഷീ മേ ഫോളോ ഓർ എനി ക്രീഡ് ഷീ മേ ബിലോങ് ടു എന്നതടക്കം ഒരു സ്ത്രീ അത് സാമ്പത്തികമായോ അല്ലാതെ എത്ര താഴ്ന്ന ഉയർന്ന നിലയിലുള്ള ആളാണെങ്കിലും ഏത് ക്രീഡിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് സമൂഹത്തിൽ ഒരു അഭിമാനത്തിന് ബഹുമാനത്തിന് അർഹതയുണ്ട് എന്ന് തന്നെ കോടതി വളരെ ഭംഗിയായി വളരെ വ്യക്തമായി തന്നെ എഴുതി വെക്കുന്നു. അത്തരത്തിൽ പരാതിക്കാരുടെ സ്വഭാവഹത്യ നടത്തേണ്ടതില്ല, പരാതിക്കാരിയെ അവരുടെ മൊഴിയെ സംശയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കാനെടുത്ത കാലതാമസം ആ പരാതി തെറ്റാണെന്ന അർത്ഥം അതിനകത്തില്ല. ഏതെങ്കിലും തരത്തിൽ സെക്ഷൽ അസോൾട്ട് ഉണ്ടായാൽ അത് ആ പെൺകുട്ടിയുടെ സ്വഭാവ കുറ്റമല്ല, അത് ആ പെൺകുട്ടി നേരിട്ട ദുരിതത്തിൻ്റെ ഇൻഡിക്കേഷനാണ് തുടങ്ങിയ വളരെ വിശദമായ വളരെ സ്ട്രോങ് ആയ വളരെ വിശദമായ കാര്യങ്ങൾ തന്നെ ഹൈക്കോടതി വിധിയിൽ പറയുകയും ചെയ്യുന്നു. അപ്പോൾ സിദ്ദിഖിനെ ഇന്ന് അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഹൈക്കോടതി വിധി ഒരുപക്ഷെ നേരത്തെ ഏതെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത്രത്തോളം ശക്തമായി ഒരുപക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ കോടതിയുടെ പരിഗണനാ വിഷയമായിരുന്നു എന്ന സംശയം തോന്നാം. എങ്കിൽ കൂടിയും വളരെ വിശാലമായ വളരെ വിശദമായ ഒരുപക്ഷെ മെറിറ്റിലേക്ക് പോലും കടന്നുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ വിധി പ്രസ്താവം ആണ് നമ്മുടെ മുന്നിലുള്ളത്. അറസ്റ്റ് അല്ലാതെ മറ്റു വഴി എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല.